ബോധമാണ്. നമുക്ക് അസ്തിത്വമായി നമ്മുടെ പൈതൃകം എന്ന് പറയുന്നത് നമ്മുടെ ജൈവ ഭാവമാണ്. അപ്പോൾ അന്യമായ ഒരു കാലത്താണ് നമ്മുടെ ഭാവിയിലോട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, മഴയാണു ജീവൻ, പുഴയാണു ജീവിതം. മഴയാണു ജീവൻ, പുഴയാണു ജീവിതം. അല്ല, പ്രത്യേകം ഒന്നും പറയണ്ടോ? എത്ര അർത്ഥവത്തും സാരസമ്പൂർണ്ണമായിട്ടാണ് കവിത അവതരിപ്പിച്ചത്. നിങ്ങളെ എത്രയും ഉൾക്കൊണ്ടെന്ന് അറിയില്ല. പക്ഷേ എനിക്ക് വീണ്ടും ഇങ്ങോട്ട് പറയാനുള്ളത്, നമ്മുടെ പൈതൃകമായിട്ടുള്ള സാധനം നമ്മുടെ ജൈവികതയാണ്, നമ്മുടെ തന്മയത്വം എന്നാണ്. അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, പുഴ മഴ എന്നൊക്കെ പറയുമ്പോൾ വെറുതെ രസത്തിന് പറഞ്ഞു കൊണ്ടൊരു സാധനമല്ല. മഴയുണ്ടെങ്കിലേ കാടുള്ളൂ, കാടുണ്ടെങ്കിലേ നാടുള്ളൂ, നാടുണ്ടെങ്കിലേ വീടുള്ളൂ, വീടുണ്ടെങ്കിലേ ഞാനുള്ളൂ. അടുത്ത കാലത്ത് നമുക്ക് നാടുണ്ടായിട്ടുണ്ട്. അതിന് മുന്നേ ഒരുപാട് കാലം നമ്മൾ കാട്ടിലായിരുന്നു. കാടിൻ്റെ ആവിർഭാവം ഇടുന്ന മഴയെന്നാണ്. ഒരു കഴിഞ്ഞ ദിവസം ചേമ്പ്രയിൽ ശില്പ എന്ന് പറഞ്ഞ കുട്ടിയുടെ പുസ്തകം ഉണ്ടായിരുന്നു, പ്രയാസം ഉണ്ടായിരുന്നു. മഴ രൂപാന്തരപ്പെട്ടത് പുഴയായി, പുഴ രൂപാന്തരപ്പെട്ടത് മഴയായി എന്ന് പറയും. നമ്മൾ കാണുന്ന പുഴ, നമ്മൾ കാണുന്ന പുഴയുണ്ട്, അതിൽ അപ്പുറത്തേക്ക് ഒരുപാട് പുഴകളുണ്ട്. പുഴ എന്ന് പറയുമ്പോൾ അതിൻ്റെ വലിപ്പം മാത്രമല്ല, ഈ മഴയുടെ ഒരു സമാഹാരം നമ്മുടെ മേലുണ്ട്. ആ മഴകളാണ് മഴ ആകാശം പൊട്ടിച്ചിട്ടുള്ള പറഞ്ഞേ, ആർത്താർത്ത് വരുന്നുണ്ടൊരു മഴ, കാലം തീർത്ത പെരുത്ത മഴ, കാലത്തിൻ്റെ പെരുത്ത മഴ, ആകാശം പൊട്ടിച്ചിതറും ആലില വർഷം വിടരുകയായി. ആ വരികളിലൊക്കെ വലിപ്പങ്ങൾ വളരെ ഗൗരവത്തോടെ കാണണം. ഈ പാടുന്ന ഞാൻ ചെറിയൊരാളാണ്. ഞാനില്ലെങ്കിലും നിങ്ങളില്ലെങ്കിലും ഈ നാട് നിലനിൽക്കും. പക്ഷേ ഈ നാട് നിലനിൽക്കാൻ, ഈ കാട് നിലനിൽക്കാൻ മഴ വളരെ അനിവാര്യമായ സാധനമാണ്. അതുകൊണ്ട് ഞാൻ ഈ മാവിജോഷത്തിൽ നമ്മളിങ്ങനെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം, മഴ ജീവനാണ്, പുഴ ജീവിതമാണെന്നുള്ളത്. ഒരു പുഴ വെറും നീരൊഴുക്കല്ല, അതിലപ്പുറത്തേക്ക് നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണ്, നമ്മുടെ നാടിൻ്റെ സജീവ ചരിതമാണ്. അപ്പം മഴയും പുഴയും ഒക്കെ നമ്മൾ ഉള്ളിലേക്ക് എടുത്താൽ അതിൻ്റെ റിസൾട്ട് നമ്മളിലുണ്ടാവും. അതിനേക്കാളും വലിയൊരു പ്രാർത്ഥന ഉണ്ടോ കൂട്ടര്? മഴയാണ് ജീവൻ, പുഴയാണ് ജീവിതം. ആകാശ ഭൂമിക്കിടയിലുള്ള കുറേ നൃത്തം കൂടിയില്ലേ? ആകാശഭൂമിക്കിടയിൽ ഒരുപാട് സ്ഥലമുണ്ട്, അവിടെ നിർത്തി പറഞ്ഞത്. ആകാശഭൂമിക്കിടയിലുള്ള സർവ്വചരാചരങ്ങളുടെയും സ്വാസ്ഥ്യം കാക്ഷിക്കുന്ന മനുഷ്യരായ നമ്മൾ ആരാ? മനുഷ്യരെങ്ങനെയാണ് നമ്മളാകുന്നത്? മനസ്സിനെ മനനം ചെയ്ത് മനോഹരമാക്കിയവനാരോ അവരാണ് മനുഷ്യർ, അല്ലെങ്കിൽ നമ്മൾ ഇരുകാലികളാണ്. ആ മനുഷ്യരായ നമ്മൾ ഈ മഴയെയും പുഴയെയും ഏറ്റെടുക്കേണ്ടത് നമ്മുടെ ജീവിത ദൗത്യമാണ്. ഇത് പറഞ്ഞു പോകുമ്പോൾ നിസ്സാരമായി തോന്നും. പക്ഷെ ഒന്ന് ഇരുന്ന് ആലോചിക്കുന്നു, കണ്ണിച്ച് ആലോചിക്കുക. നമ്മുടെ പുഴവടിക്ക് വരുന്നത് കാട്ടരിവ്, കാട്, നമ്മുടെ അസ്തിത്വം, നമ്മുടെ അടിസ്ഥാന ശരികൾ, ഇതൊക്കെ നമ്മുടെ ജീവന്റെ എല്ലാം ആ ബോധം നമ്മളുണ്ടാവുമ്പോഴേ നമുക്ക് മനുഷ്യരാകാൻ കഴിയുള്ളൂ. അപ്പോഴേ നമ്മൾ മനസ്സിനെ മനനം ചെയ്ത് മനോഹരമാക്കിയ ഈ ഭൂമിയുടെ നിലനിൽക്കാൻ ആഗ്രഹിക്കേണ്ട ഏക വിഭാഗം ഈ ഭൂമിയിലേക്ക് അവസാനമായി വന്ന ഇരുകാലികളായ ഏറെ ശ്രേഷ്ഠരായ മനുഷ്യരാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ ഒരു വസിയത്ത് പോലെ തന്നെ പറയാണ്, പ്രിയമുള്ളവരെ, മഴ ജീവനാണ്, പുഴ ജീവിതമാണ്. ഒഴുകട്ടെ പുഴ ഒഴുകട്ടെ, കാട് മുതൽ കടൽ വരെ. പശ്ചിമഘട്ടത്തിനാണ് നമ്മുടെ 44 നദികളും വരുന്നത്. ഇത് മുഴുവൻ പോകുന്നത് കടലിലേക്കാണ്. ഈ ഒഴുക്കുണ്ടാകണം. ആ ഒഴുക്കിന് സമാനമാണ് എൻ്റെ ശരീരത്തിലെ രക്തധമനികൾ ചലിക്കുന്നത്. ഒഴുകട്ടെ പുഴ ഒഴുകട്ടെ, കാട് മുതൽ കടൽ വരെ. പറയുക പ്രിയരെ, സോദരരെ, കാടും പുഴയും സിരകളിൽ ഒഴുകും, ചോരയും ഒന്നെന്ന്. ഇതിനേക്കാളും മഹത്തരം മറ്റൊന്നുണ്ടോ? കാടും പുഴയും സിരകളിൽ ഒഴുകും, ചോരയും ഒന്നെന്ന്. എൻ്റെ ജീവൻ നിലനിൽക്കണമെങ്കിൽ പുഴ ഒഴുകണം, മഴ പെയ്യണം. അപ്പോൾ അതൊക്കെ നമ്മൾ ഉള്ളിലേക്ക് കയറേണ്ടതുണ്ട്. നിർഭാഗ്യം എന്ന് പറയട്ടെ, അടുത്ത കാലത്തായിട്ട് നമ്മളിപ്പോൾ ഒരുപാട് ജൈവബോധ്യങ്ങളും നാട്ടു നന്മയും നാട്ടറിവൊക്കെ അകന്നു പോവാണ്. പക്ഷെ അത് തിരിച്ചു പിടിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട കുട്ടികൾ തയ്യാറാകുമ്പോഴേ ഇനി വരുന്നൊരു തലമുറയുടെ വാസം സാധ്യമുള്ളൂ. നമുക്ക് കുടിവെള്ളത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. ഉണ്ടോ? സമയത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല എന്ന് പറഞ്ഞ പോലെ കുടിവെള്ളത്തിന് സബ്സ്റ്റിറ്റ്യൂട്ട് ഇല്ല. ഇതൊക്കെ നിലനിൽക്കാൻ മഴ വേണം, പുഴ വേണം. എൻ്റെ പ്രിയപ്പെട്ടവരോട് വളരെ വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഒന്ന് ഉള്ളിൽ തട്ടി പറയണം, മഴയാണ് ജീവൻ. ഉള്ളിൽ തട്ടിയിട്ടേ ഇല്ല. മഴയാണ് ജീവൻ. ഒന്ന് ഉള്ളിൽ തട്ടട്ടെ. മഴയാണ് ജീവൻ, പുഴയാണ് ജീവിതം, പുഴയാണ് ജീവിതം, പുഴയാണ് ജീവിതം. ജയ് ഹിന്ദ്, ജയ് ജഗത്.